എൻ്റെ പേര് ദീപ എസ് പണിക്കർ എന്നാണ്. എൻ്റെ വീടെന്ന് പറയുന്നത് സഹദേവ മന്ദിരം. ഇത് ഭരണിക്കാവ് വില്ലേജാണ്, പള്ളിക്കൽ നടുവിലെ മുറി, ആലപ്പുഴ ജില്ല, മാവേലിക്കരയാണിത്. അപ്പം എൻ്റെ ഹൗസ് നമ്പർ 89 ആണ്. ഇതാണ് എൻ്റെ വീട്. എന്നിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഇൻഷുറൻസ് ലൂട്ടേഴ്സിനെ കുറിച്ചാണ്. നമ്മളെ ഭയങ്കരമായിട്ട് വല്ലാതെ ശല്യം ചെയ്യുന്ന ഈ ആൾക്കാർ, നമ്മളെ എന്താ പറയുന്നത്, ഒരു ഇതിനപ്പുറത്തൊരു ഭയങ്കര മുതുകുടിയനാണ് അവൻ. ഒരു സുബ്രഹ്മണ്യൻ എന്നാണ് അവൻ്റെ പേര്. അവൻ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ നമ്മളെ എപ്പോഴും വട്ടേ എന്ന് വിളിക്കുക, അങ്ങനെ ഹരാസ് ചെയ്യുക. അതുപോലെ ഇവൻ്റെ മോൾ ഇതുപോലെ ഒരു കാടാമ്പുഴക്കാരി, അവൾ 2 ദിവസത്തേക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ, ഈ റൂമിൽ നിൽക്കുമ്പോൾ, ഇവഴി ഒരു പാത്വേ ഉണ്ട്, അവൾ അതുവഴി പോകുമ്പോൾ നമ്മളെ ഓക്കാനിക്കുന്ന പോലെ നിങ്ങൾക്കറിയാലോ, ഇങ്ങനെ കാർക്കിക്കുക, അങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയുന്നത്, നമ്മളെ ഹരാസ് ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് ഇവിടുമാർ നടത്തുന്നത്. നമ്മളും പൊതുവഴി പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാലോ. ഇതാണ് ഈ വഴിയെന്ന് പറയുന്നത്. ഈ വഴി കൂടെ പോകുമ്പോഴാണ് ഇവന്മാരും ഇവനുമൊക്കെ ഇത് ചെയ്യുന്നത്. നമ്മുടെ വീട് തൊട്ട് നമ്മുടെ അഡ്ജസൻ്റാണ് ഈ വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ക്രിമിനൽ ആക്ടിവിറ്റീസാണ് ഇവന്മാർ ചെയ്യുന്നത്, മനസ്സിലായോ? അങ്ങനെ ഇവന്മാർ നമ്മളോട് ഭയങ്കര ശല്യമാണ് ഇവന്മാർക്ക്. എങ്ങനെയും നമ്മളെ വകവരുത്തിയിട്ട് എൻ്റെ വസ്തുവും സ്വത്തുമൊക്കെ അടിച്ചു മാറ്റണം. അതുപോലെ തന്നെ 2020 ഇതുപോലെ തന്നെ ഇവന്മാർ നടത്തിയതാണ്. എൻ്റെ 5 CCTV ക്യാമറയാണ് അടിച്ചു പൊട്ടിച്ചത്. അപ്പം അന്നേരം ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ ഒരു മോനുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇതുവഴി പാതിരാത്രിക്ക് ഈ വഴിയെ നടക്കും. അപ്പോൾ എനിക്ക് CCTV ക്യാമറ ഉണ്ടായിരുന്നു ഇവിടെ, ഇങ്ങനെ നിങ്ങൾക്ക് കാണാം. ഈ ക്യാമറാസ്, ഈ 2 ക്യാമറ ഇവിടെ ഉണ്ടായിരുന്നു, അതുപോലെ ആ റോഡിലും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ ഈ വീടിൻ്റെ പുറകിൽ 2 ക്യാമറ ഉണ്ടായിരുന്നു. 5 ക്യാമറ ടോട്ടലായിട്ട് ഇരിക്കുന്നതും ക്യാമറയുടെ ഇതാണ്. ആ ബ്രൗൺ ഇതിൽ കാണുന്നത് അതും എല്ലാം അടിച്ച് പൊട്ടിച്ച് കുറേ ഗൂണ്ടകൾ ഇവിടെ വന്നിട്ട് എന്നിട്ട് ദിവസവും വന്ന് നമ്മുടെ ചെടിച്ചട്ടി പൊട്ടിക്കുക, നമ്മുടെ പിന്നെ കല്ലെറിയുക വീടിന്, അങ്ങനെ പല ശല്യങ്ങളായിരുന്നു ഇവന്മാരെ കൊണ്ട്. എന്നിട്ട് ഇവന്മാർ ഈ ക്യാമറ എല്ലാം പൊട്ടിച്ച് കളഞ്ഞു. കാരണം ഇവൻ വരുന്നുണ്ടെങ്കിൽ പാതിരാത്രിക്ക് ഇവൻ ഇതുവഴി ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുവാന്ന് കഥയുണ്ടാക്കാൻ വേണ്ടിയാണ് ഇവൻ നടക്കുന്നത്. അന്നേരം ഇവൻ ഇങ്ങോട്ടങ്ങ് വരികയല്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പം ഇവൻ അത് കാരണം ഇവൻ്റെ കഥകളൊന്നും ശരിയാവാത്ത കാരണമാണ് ഇവൻ്റെ ഗൂണ്ടകളെല്ലാം വന്ന് എൻ്റെ 5 CCTV ക്യാമറയാണ് അടിച്ചു പൊട്ടിച്ചത്. ഇതിനകത്ത് ഈ ബിജുപി എന്ന് പറയുന്നവനും ഭയങ്കര ഇൻവോൾവ്മെൻ്റ് ആണ്. അവനും ഇതെല്ലാം കൂടെ ചെയ്യിക്കുന്നത് ഇവന്മാർ. എന്നിട്ട് നമ്മളെക്കുറിച്ച് കള്ള കഥകളുണ്ടാക്കുക, ഭയങ്കര ശല്യമായിരുന്നു. എന്നെ നീ റോഡിലോട്ട് ഇറങ്ങിയാൽ നിന്നെ ശരിയാക്കും, നീ വീട്ടിനകത്തിരുന്നോണം, അങ്ങനെ ഭയങ്കര ഹൗസ് അറസ്റ്റ് ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഇതൊക്കെയാണ് ഇവന്മാർ നടത്തുന്നത്. നമ്മൾ എങ്ങും പോവരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരുടെ കഥയ്ക്കനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. നമ്മൾ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ കഥകളുണ്ടാക്കുക, അങ്ങനെ പല ഇല്ലാത്ത കഥകളാണ് ഇവന്മാരുണ്ടാക്കുന്നത്. ഇതെല്ലാം ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ്. ഈ